നമസ്കാരം. ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ അണ്ടം വലിച്ചു കീറിയിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതിനിടയിലാണ് ഫ്രാൻസും അമേരിക്കയും കൂടെ ഒരു അനുനയത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസും അമേരിക്കയുമായിട്ട് അനുനയത്തിന് ശ്രമിച്ചപ്പോൾ ഉടനെ ഇസ്രായേൽ പറയുന്നത് അനുനയമാണോ വേണ്ടത്, ഒരു ബോംബ് കൂടി ഇടുക എന്നാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഹിസ്ബുള്ളയുടെ ലബനോനിൽ സംഹാര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നസറുള്ള ആണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ നേതാവ് അഥവാ തലവൻ എന്ന് പറയുന്നത്. ഈ നസറുള്ളയാണ് ഇനി ഹിസ്ബുള്ളയിൽ നമ്മുടെ ഇസ്രായേൽ വധിക്കാനായിട്ടുള്ളത്. ഈ നസറുള്ള ഇസ്രായേലിന്റെ റഡാറിലായി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജയിലർ സിനിമയിൽ ഒരു സീനുണ്ട്. രജനീകാന്ത് മോഹൻലാലിന്റെ അടുത്ത് സഹായം ചോദിക്കാൻ ചെല്ലുമ്പോൾ ഒരു കിരീടം എടുക്കാനുള്ള സഹായമാണ് വേണ്ടത്. அப்போ மோகன்லால் പറയും, சார் அந்த കിരീടം എടുക്കുന്നത് ரொம்ப കഷ്ടം, ஆனால் അത് എടുക്ക சொல்றവനെ പോടുന്നത് ரொம்ப ഈസി എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് വിനായകനെ സ്വന്തം റഡാറിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. സാർ ഒരു വാക്ക് പറഞ്ഞാൽ ഇവന്റെ മണ്ടേ കൂടെ ഉണ്ട കയറ്റാം എന്നാണ് പറയുന്നത്. അതുപോലെ നസറുള്ളയെ ഇസ്രായേലിന്റെ റഡാറിൽ ഇസ്രായേൽ ആക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി വേറൊരു സുപ്രധാനമായിട്ടുള്ള വിവരം പുറത്തു വരുന്നത് 50% ഹിസ്ബുള്ള ഭീകരരെ മുഴുവനായിട്ടും തീർത്തു കഴിഞ്ഞു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇസ്രായേൽ. അപ്പോൾ ഹിസ്ബുള്ള പറയുന്നത് അതിനിങ്ങനെ പുളിക്കും എന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. ഇനി വേറൊരു കാര്യം, നമ്മുടെ കേരളത്തിലെ മാധ്യമം പത്രം പറയുന്നത് 50% ഹിസ്ബുള്ളയെ ഇസ്രായേൽ തീർക്കാൻ യാതൊരുവിധ വഴിയുമില്ല എന്നുള്ളതാണ്. യവന്മാർ പോയി നേരിട്ട് കണ്ടതുപോലെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഹിസ്ബുള്ള ചാവണയിൽ ലെബനിലെ ജനങ്ങൾക്ക് പോലും ഇത്രയും വേദന കാണൂല. ഇവിടെ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് മീഡിയ ഫണ്ടിങ്ങുമാണ്. അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ യുദ്ധം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്കറിയാം, പേജർ ബോംബ് ആക്രമണത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയത്. പേജർ ബോംബ് വയ്ക്കുന്നു, അവിടെയുള്ള സ്ലീപ്പർ സെല്ലുകളുടെ എല്ലാം പ്രധാന അവയവം പ്രവർത്തനരഹിതമാക്കുന്നു. ഈ പ്രധാന അവയവം പ്രവർത്തനരഹിതമാക്കിയതിന് ശേഷം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നു. ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നത് ഹിസ്ബുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിയ ശേഷം ഹിസ്ബുള്ള ഇവിടെ നിന്ന് 2-3 മിസൈലുകൾ അങ്ങോട്ടേക്ക് അയച്ചു. ഒരു 200 മിസൈൽ അങ്ങോട്ടേക്ക് അയച്ചപ്പോൾ ഇസ്രായേൽ 2 വിമാനങ്ങളിൽ വന്ന് 400 സ്ഥലങ്ങളിൽ വ്യോമാക്രമണം നടത്തി പിരിച്ചു മേഞ്ഞിട്ട് പോയി. അതോടുകൂടി ഹിസ്ബുള്ള നിലവിളി തുടങ്ങി. അയ്യോ പൊത്തോന്ന് നിലവിളിച്ചുകൊണ്ട് പിന്നീട് ഹിസ്ബുള്ള ഓടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 2 മിസൈൽ വീണ്ടും അവന്മാർ അങ്ങോട്ടേക്ക് അയക്കാനായിട്ട് ശ്രമിച്ചു. ഇതെല്ലാം അങ്ങോട്ടേക്ക് അയക്കാൻ മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. നമ്മൾ ഇതുവരെ ഇസ്രായേലിൽ ഒരു മിസൈൽ ഹിസ്ബുള്ള അയച്ചത് പതിച്ചു എന്നുള്ള വാർത്ത കേട്ടിട്ടില്ല. അതേസമയം ഇസ്രായേൽ വന്ന് തുരുതുര ആക്രമിച്ചിട്ട് പോവുകയാണ്. വ്യോമാക്രമണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ വ്യോമാക്രമണത്തിൽ നിന്ന് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ നസറുള്ള കഴിഞ്ഞാൽ രണ്ടാമനായിട്ടുള്ള ഒരുത്തനുണ്ട്. അവനാണ് നസറുള്ള തട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടേക്ക് വരേണ്ടവൻ. അവന്റെ പേരാണ് അലി കരാക്കി. ഈ അലി കരാക്കിയെ ഇസ്രായേൽ വകവരുത്തി കഴിഞ്ഞു. അലി കരാക്കിയെ വകവരുത്തി കഴിഞ്ഞപ്പോൾ അതിന്റെ താഴെ വേറൊരുത്തനുണ്ടല്ലോ, അബു മൂസ എന്ന് പറയുന്ന, അവനെയും ഇസ്രായേൽ വകവരുത്തി കഴിഞ്ഞു. ഈ രണ്ടിനെയും വകവരുത്തിയതിനു ശേഷം ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഹിസ്ബുള്ളയെ തകർത്ത് തരിപ്പണമാക്കാനുള്ള സെറ്റപ്പ് നടത്തി. അതിനുശേഷം ഇസ്രായേൽ അവിടെയുള്ള സിവിലിയൻസിന്, അതായത് ജനങ്ങൾക്ക് ഓട്ടോമേറ്റഡ് കോളുകൾ വഴി മെസ്സേജുകൾ അയച്ചു. എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഒഴിഞ്ഞു വെക്കണമെന്ന് പറഞ്ഞു. 80,000-90,000 പേരാണ് അവിടെ നിന്നും പലായനം ചെയ്യുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇങ്ങനെ പലായനം ചെയ്തു പോകുന്ന ആൾക്കാരെ ഞങ്ങൾ പുനരധിവസിപ്പിച്ചോളാം എന്ന് ഹിസ്ബുള്ള പറയുന്നെങ്കിലും ഇവരെല്ലാം മുന്നിൽ നിർത്തി ഇസ്രായേലിനോട് ഹിസ്ബുള്ള പോരാടാൻ ഒരുങ്ങുകയാണ്. സിവിലിയൻസ് മരിക്കുമ്പോൾ അത് പൊതുജനത്തോട് ഉയർത്തിക്കാട്ടി അല്ലെങ്കിൽ ലോക സമൂഹത്തോട് ഉയർത്തിക്കാട്ടി ഫണ്ടടിക്കാനുള്ള പരിപാടിയാണ് ഹിസ്ബുള്ളയ്ക്ക് എന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഇത് കണ്ടുകൊണ്ടാണ്, അതായത് വ്യോമാക്രമണം നടത്തി കഴിഞ്ഞാൽ ഒരുപാട് സിവിലിയൻസും മരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കരയുദ്ധത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. അതോടുകൂടി ഈ യുദ്ധം ഒരു സമ്പൂർണ്ണ യുദ്ധമായിട്ട് മാറും. ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെബനനിൽ നിന്ന് കുടിയിറക്കപ്പെട്ട തങ്ങളുടെ ജൂത സമൂഹത്തെ അവിടെ തിരിച്ച് അവരുടെ സ്ഥലത്ത് പാർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്തായാലും ഈ യുദ്ധം ഉടനെ ഒന്നും തീരില്ല എന്ന് അമേരിക്കയ്ക്കും ഫ്രാൻസിനും മനസ്സിലായി. കാരണം ഇസ്രായേല് ലെബനനിലേക്ക് തങ്ങളുടെ ടാങ്കുകൾ നീക്കി തുടങ്ങി എന്നവർക്ക് മനസ്സിലായി. അവരുടെ ടാങ്കുകളായിട്ടുള്ള മർക്കസ് അതിർത്തിയിൽ അവർ എത്തിച്ചിട്ടുണ്ട്. പോരാത്തതിന് 401 ബ്രിഗേഡ്, 52 ബ്രിഗേഡ് എന്നിങ്ങനെയുള്ള ബ്രിഗേഡുകൾ തെക്കൻ ലെബനിലേക്ക് കടന്നു കഴിഞ്ഞു. അതായത് ലെബനന്റെ ഭൂമിയിലേക്ക് ഇവർ കടന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ആ ഭൂമി ഇവർ പിടിച്ചെടുക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ വലിയ രീതിയിൽ അകത്തേക്ക് ഇരച്ചു കയറുകയാണ് ഇസ്രായേൽ നിലവിലത്തെ സ്ഥിതിയിൽ എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേൽ അകത്തേക്ക് ഇരച്ചു കയറുമ്പോൾ
അവരുപയോഗിക്കുന്ന ഒരു ടാങ്ക് ഉണ്ട്, ബറാക്ക് ടാങ്ക് എന്ന് പറഞ്ഞൊരു ടാങ്ക്. ആ ബറാക്ക് ടാങ്കുകൾ ലെബനനിൽ കയറിയിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ ബറാക്ക് ടാങ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു സവിശേഷമായിട്ടുള്ള വെപ്പൺ ഉണ്ട്. ആ വെപ്പണിന്റെ പേരാണ് വിൻട്രസ് ബ്രേക്കർ എന്നാണ്. ആധുനിക മിസൈൽ പ്രതിരോധമാണ് ഈ ബറാക്ക് ടാങ്കുകളിലുള്ളത്. അതായത് ആധുനിക മിസൈൽ പ്രതിരോധം. ഈ ആധുനിക മിസൈൽ പ്രതിരോധമുള്ള ടാങ്കറുകൾ അകത്ത് കയറിയിട്ടുണ്ട്. കരയുദ്ധത്തിനായി ഇവരകത്ത് കയറിയിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ട് അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ സൈന്യത്തെ കൂടെ അങ്ങോട്ടേക്ക് അയക്കാം. അതായത് ഇസ്രായേൽ ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യ ഒരു സൈഡിൽ കൂടെ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇസ്രായേൽ ഇപ്പൊ ട്രിപ്പിൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഇറാനും യുദ്ധത്തിലേക്ക് വരും എന്നുള്ള സൂചന ലഭിച്ചത് കൊണ്ടായിരിക്കാം അമേരിക്കയും ബ്രിട്ടനും അവരുടെ സൈന്യത്തെ അങ്ങോട്ടേക്ക് വിന്യസിക്കാൻ തീരുമാനിച്ചത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇറാൻ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു നിന്നെങ്കിലും ഹമാസിന്റെ നടുവൊടിഞ്ഞു. ഹമാസിന്റെ അവസാനത്തെ നേതാവായിട്ടുള്ള യഹിയ സിൻവാറിനെയും 72 ഹൂറിമാർക്ക് ഇസ്രായേൽ സമർപ്പിച്ചു കഴിഞ്ഞ ശേഷമാണ് ഇസ്രായേൽ ലെബനിലേക്ക് പോയത്. തൊട്ടടുത്ത് കിടക്കുന്ന സിറിയ, യമൻ, ഇപ്പുറത്ത് കിടക്കുന്ന ഇറാൻ, ഇവരെല്ലാവരും യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ കൺവിൻസിങ് സ്റ്റാറിനെ പോലെ യമനിലെ ഹൂതികളെ ഞാൻ നോക്കിക്കോളാം, നീ അവരെ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക താഴെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അവരുടെ പടക്കപ്പൽ കൊണ്ടിട്ട് സിറിയയിലെ ഹൂതി വിമതരെ എണീച്ചു നിൽക്കാൻ ശേഷിയില്ലാത്ത രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇംഗ്ലണ്ടും അമേരിക്കയും തങ്ങളുടെ ട്രൂപ്പിനെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്, തങ്ങളുടെ പട്ടാളത്തിനെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാനും കൂടെ യുദ്ധത്തിലേക്ക് വന്നാൽ, അതായത് ചുറ്റും യുദ്ധമുഖം തുറന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് സപ്പോർട്ട് കൊടുക്കാൻ ഇവർക്ക് എല്ലാവർക്കും സാധിക്കും. ഈ യുദ്ധം വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അമേരിക്കയും ബ്രിട്ടനും അവരുടെ സൈന്യത്തെ സൈപ്രസിലേക്കാണ് അയച്ചത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ആ സൈപ്രസിലേക്ക് അവരുടെ സൈന്യം എത്ര ആൾക്കാരെയാണ് അയച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് അമേരിക്ക പറയും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല മക്കളെ, നമ്മുടെ പടക്കപ്പൽ താഴെ ഒന്ന് കിടപ്പുണ്ട് എന്ന് പറയുന്ന രീതിയാണ് ഇവന്മാർ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏറ്റവും വിറ്റെന്ന് പറഞ്ഞാൽ റഷ്യ പറയുന്നത് കേട്ട് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇത് പറഞ്ഞിട്ട് റഷ്യ 2 ബോംബ് കൂടെ യുക്രൈനിലോട്ടിട്ട് എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അത് കഴിഞ്ഞ് ചൈന പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് യുദ്ധം, നമുക്ക് ചതിയുണ്ടല്ലോ, നമുക്ക് ചതിച്ച് കീഴ്പ്പെടുത്താം എന്നുള്ള രീതിയിൽ അവന്മാർക്ക് ചതി മാത്രമേ അറിയൂ. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യുദ്ധത്തിലൂടെ വളർന്നു വന്നുകൊണ്ട് ഒരു രാജ്യമാണ്, യുദ്ധത്തിലൂടെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അവരുടെ ഫ്യൂച്ചറും അവർ കാണുന്ന യുദ്ധത്തിലൂടെയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും പശ്ചിമേഷ്യ ഇളകി മറിയുകയാണ്, സംഘർഷഭരിതമാണ്. വരുന്ന ദിവസങ്ങളിലോ മണിക്കൂറുകളിലോ എന്തും സംഭവിക്കാം. ഇറാൻ എങ്ങാനും ഒരു പടിയെടുത്ത് മുന്നിലേക്ക് വച്ചാൽ ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. പക്ഷേ